വിത്തുകളിൽ നിന്ന് പുറത്തു വന്ന് സൂര്യപ്രകാശത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാവലവും പയറും. അവർക്ക് ഒരേ പന്തലിട്ട് കൊടുക്കണം അറിയാമോ എന്ന് പറഞ്ഞപ്പോൾ, പന്തലിട്ട് കൊടുത്തിട്ട് അവരുടെ കല്യാണം നടത്താനാണോ ഫെബിച്ച എന്ന് ചോദിച്ച് ആക്ഷേപിച്ചവൾ. ആ കോമഡിയെ നമ്മൾ താഴ്ത്തിട്ട് 4 ചവിട്ടി ചവിട്ടി അഴയിൽ ഉണക്കാനിട്ടിട്ട് നേരെ വണ്ടിയും എടുത്ത് മീന ഫ്ലവർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു. വഴിനീളെ ക്യാമറ കണ്ണുകളുമായി നമ്മളെ ഉറ്റുനോക്കി ഫൈൻ കൊണ്ട് വരവേൽക്കുന്ന അബുദാബിയുടെ മനോഹര വീഥികൾ. പണ്ട് മറിയാമ്മ UAE-യിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ അവളെ വിളിച്ച് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, എടി, അബുദാബിയിൽ നിന്ന് ദുബായിക്ക് പോകുന്ന വഴി എനിക്കൊരു ക്യാമറ കിട്ടി ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന്. അന്ന് അവൾ പറഞ്ഞത്, ചിലപ്പോൾ വല്ല അറബികളും ഫിലിം തീർന്നപ്പോൾ കളഞ്ഞതായിരിക്കും, ഒരാഴ്ച വെയിറ്റ് ചെയ്ത് നോക്കൂ, ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നമുക്കത് നല്ല വിലയ്ക്ക് കൊടുത്തൂടെ ഫെബിച്ച എന്നാണ്. അന്ന് ഞാനൊന്ന് ഞെട്ടിയതാണ്. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടതടവില്ലാതെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ നമ്മൾ മീന ഫ്ലവർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. നല്ല സ്വസ്ഥവും സമാധാനമുള്ള ഒരു സ്ഥലം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ അധികം ആരും ഇല്ലാത്തൊരു ഷോപ്പ് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനിടയ്ക്ക് ഞാൻ മറിയാമ്മനോട് പറഞ്ഞിരുന്നു, നീ അത്യാവശ്യം കൃഷിയൊക്കെ പറ്റി അറിവുള്ള പോലെ സംസാരിച്ചുള്ളൂ, കാരണം നമ്മളെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞോട്ടെ. അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. അത്യാവശ്യം ഫ്ലവേഴ്സും വെജിറ്റബിളിൻ്റെ തൈകളൊക്കെ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ മറിയാമ്മ കാറിൽ നിന്നും കർഷകശ്രീയൊക്കെ കിട്ടിയ ആളുകളുടെ പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അവിടുന്ന് കുറച്ച് തൈകളാണ് വാങ്ങിക്കാറ് എപ്പോഴും. കുറച്ച് വഴുതനങ്ങ, കുറച്ച് ചില്ലി, അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും വാങ്ങിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, ചേട്ടാ, ഈ വെണ്ടയ്ക്കത്തേക്ക് എത്രയാണ് വില? ഞാനും അയാളും തിരിഞ്ഞു നോക്കുമ്പോൾ മറിയാമ്മ ചെറിയൊരു ബജിമുളക് ഉണ്ടായി കിടക്കുന്ന മുളക് തൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ട അയാൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ അത്ര നേരം അവിടെ കാണിച്ച ജാടയും എൻ്റെ മാനവും കൂടി ഏതോ വണ്ടിയിൽ കയറി എങ്ങോട്ടോ എൻ്റെ കൺമുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തക്കാളി ഉണ്ടായപ്പോൾ എല്ലാവരും വീട്ടിൽ ചുമന്ന തക്കാളിയാണ്, നമ്മുടെ വീട്ടിൽ വെറൈറ്റി പച്ച തക്കാളി ഉണ്ടല്ലോ എന്ന് എല്ലാവരോടും വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊരു വേറൊരു ലോകമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും വളം, മണ്ണ്, പോട്ടുകൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതുപോലെ ഉള്ളിലെ എല്ലാ ഷോപ്പുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോ ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് നടന്നു പോകാം. വില പേശി വാങ്ങിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരുപാട് കുറഞ്ഞ റേറ്റിൽ നല്ല നല്ല സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു വെറൈറ്റി കമനീയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. നാച്ചുവിന് ഇതിലൊന്നും താല്പര്യമില്ല. നാച്ചു ഇതിലേക്കായിട്ട് നടക്കുന്നുണ്ട്. ആൾക്ക് ഗാർഡനിൽ കളിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇനി വിലപേശാൻ മറിയാമ്മയുടെ വരവാണ്. മറിയാമ്മയ്ക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ വിലപേശലാണ്. അങ്ങനെ അയാൾ ഒരു ബംഗാളിയാണ് ബില്ലിടാൻ വന്നിരുന്നത്. ഹിന്ദി അറിയാത്ത മറിയാമ്മയും മലയാളം അറിയാത്ത ബംഗാളിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നിരുന്നത്. എന്ത് ചെയ്തിട്ടും അയാൾ വില കുറയ്ക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് 10 റംസ് എന്തോ കുറച്ച് കൊടുത്തു. മറിയാമ്മ അവിടെ നിന്ന് ഇംഗ്ലീഷിൽ ഗംഭീര വിലപേശൽ. അയാളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. ചിലപ്പോൾ അത് അയാളുടെ ഒരു നമ്പർ ആയിരിക്കാം. അവസാനം ദേഷ്യം വന്ന് മറിയാമ്മ, ഈ ലാമപ്പഴത്തിൻ്റെ കുരു വിഷമല്ലട മണ്ട, ഇതെങ്കിലും നിനക്കറിയോ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം കാറിൻ്റെ ബാക്കിൽ സെറ്റായി. അടുത്തത് നമ്മുടെ പാവലത്തിനും പയറിനും ഓരോ പന്തൽ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലേക്ക് എത്തി. ഈ പൂക്കളും ചെടികളും കിട്ടുന്ന ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഷോപ്പും ഉള്ളത്. നമ്മളവിടെ ചെന്ന് ഇങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും. 70 ദിറംസൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം സംസാരിച്ച് കഴിഞ്ഞാൽ 50 ദിറംസിന് വരെ നമുക്ക് കിട്ടും. ഇതിൻ്റെ വില കേട്ടപ്പോൾ മറിയാമ്മ എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഫെബിച്ചിന് 10 കിലോ പാവയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കറി വെച്ച് കഴിച്ചുകൂടെ എന്ന്. പക്ഷേ ഇത് പൂക്കുന്നതും തളിർക്കുന്നതൊക്കെ കാണുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അയാൾ നമ്മളോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. അവിടെ വേറെ ടൈപ്പിലുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് നമ്മൾ ചെന്നു. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് ഇത്. നമ്മുടെ ഔട്ട്ഡോർ ഗാർഡൻ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടമുള്ള പോലെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത പോട്ടുകൾ, കൂജകൾ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ്. ആരും പേടിക്കേണ്ട, മറിയാമ്മ ക്യാമറ കണ്ടു പോകുന്നതെന്നാണ് എല്ലാവരും ഓടിക്കോ. ചെക്കൻ ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് ഹാപ്പി ആയത്. ആൾക്ക് എന്തിൻ്റെങ്കിലും മുകളിലൊക്കെ ചാടി ഓടി നടക്കാനാണ് താല്പര്യം. എന്തെങ്കിലും തട്ടി താഴെയിട്ടാൽ കൊടുക്കാൻ പൈസ ഇല്ലടാന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചു. ഇങ്ങനത്തെയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതേപോലത്തെയൊക്കെ ഒരുപാട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ദേ വരണം. മണ്ണ് കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ ഇഷ്ടം പോലെ കാണാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ നേരെ വീട്ടിലോട്ട് എല്ലാം കൊണ്ടുവന്ന് ഗാർഡൻ്റെ സൈഡിൽ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി അതെല്ലാം നടണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.